ഖിയാമം വരെ ഇനി പ്രതിസന്ധികളുടെ പരീക്ഷണങ്ങളുടെ സമയമായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കശ്ഫിന്റെ അറിവ് ലഭ്യമാകുന്ന മഹാന്മാർ നേരിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനിയും ഈ കൊല്ലം പ്രളയം ഉണ്ടാകും, ഇനിയും പ്രയാസങ്ങൾ ഉണ്ടാവും. അനവധി പ്രതിസന്ധികൾ കഴിഞ്ഞു. നിലമ്പൂരും വയനാട്ടിലും ഇരിട്ടിയിലും അമ്പായത്തോടും അനവധി സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടിയിട്ട് നൂറുകണക്കിന് ആളുകൾ മരണമടഞ്ഞിട്ടുണ്ട്. ഏക്കർ കണക്കിന് പ്രദേശം ഒന്നാകെ നിമിഷ നേരം കൊണ്ട് തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. ഇപ്പോഴും അനവധി ജഡങ്ങൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. പൂർണ്ണമായി കണ്ടെത്താൻ കഴിയാതെ മണ്ണുമാന്തി യന്ത്രങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ അള്ളാഹു അവന്റെ ലോകത്തേക്ക് അവരെ കൊണ്ടുപോയിരിക്കുന്നു. നടന്നിട്ടുണ്ട്. പാഠം ഉൾക്കൊണ്ടിട്ടുണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ ഈ രാത്രിയിലും ടർഫ് ഗ്രൗണ്ടുകൾ സജീവാകൂലായിരുന്നു. ഞാൻ ആരെയും പറഞ്ഞല്ല, ചില ടർഫ് ഗ്രൗണ്ടുകൾ നമ്മൾ നടത്തുന്ന തന്നെയാണ്. അല്ലാഹു പരീക്ഷിക്കുന്നു ചിലരെ. പരീക്ഷണങ്ങൾ മുസ്ലിമിന് വിശ്വാസിക്ക് ഖൈറാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാൽ വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സാബിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്ന വിവിധ വഴികളെ പറഞ്ഞു തന്നിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാൽ. പേടി തന്ന അല്ലാഹു പരീക്ഷിക്കും. മുസ്ലിം ലോകത്തിന് പേടിയാണ്. മുസ്ലിം ലോകത്തിന് പേടി എന്ന് പറയുന്ന പരീക്ഷണം ബാധിച്ചിരിക്കുന്നു. പേടിയാണ്. ഒരുമിച്ചിരുന്ന് കഥയിൽ പറയാറുണ്ട്, ഒരുമിച്ചിരുന്ന് മൂത്രമൊഴിച്ചാൽ ഒലിച്ചു പോകാവുന്ന അത്രയേ ഉള്ളൂ ഇസ്രായേലും ബ്രിട്ടനും അമേരിക്കയും ഒക്കെ. എന്നാലും കാമ പറയാൻ 57-60ഓളം ഗൾഫ് മുസ്ലിം രാജ്യങ്ങൾക്ക് കഴിയണില്ല. പേടിയാണ്. വിശപ്പ്, ദാരിദ്ര്യം കടന്നു വരാൻ പോകുന്നു. നാണ്യവിളകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വേണ്ട വിധം പുഷ്പിക്കാതെ സസ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഉൽപ്പന്നങ്ങളില്ല, നതീജകളില്ല, പ്രൊഡക്ട്സുകളില്ല. വനഖസിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. സമ്പത്ത് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ശരീരങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഗൾഫ് പോകേണ്ട ആള് ഇന്ന് പോകുന്നല്ല പറഞ്ഞത്, പോകേണ്ട ആള് ഇപ്പൊ വിളിച്ചിട്ട് പറയാൻ എന്തോ ഒരു ചെറിയ പ്രശ്നം വന്നപ്പോ ക്യാൻസറാണ്. ബ്ലഡ് ട്യൂമറും ലെൻസ് ക്യാൻസറും ബ്രീസ്റ്റ് ക്യാൻസറും എപ്പിഡമിക് രോഗങ്ങളും ആക്സിഡന്റുകളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം ഉണ്ടോ അല്ലേ? അത് മുസ്ലിമിന് ഖൈറാണോ അല്ലേ? അതൊക്കെ വേറെ വേറെ ചർച്ചയാണ്. അതൊക്കെ വേറെ വേറെയാണ്. അത് മുസ്ലിമിന് ഖൈറാണ്. പരീക്ഷണം ആ നിലക്ക് സബറോടെ നേരിടുകയാണെങ്കിൽ ഉമ്മ ഉപ്പ നമുക്ക് ഖൈറാണ്. വനഖസിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. സമ്പത്ത് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രയാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഭൂമി കാണാതാവുന്നു. ചില രാഷ്ട്രങ്ങളുടെ വലിപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ പത്രത്തിലില്ലേ, ഇന്നത്തെ ന്യൂസിലില്ലേ വളരെ പ്രധാനപ്പെട്ടത് കേരളത്തിന്റെ ചില ഭാഗങ്ങൾ കാണാതാവുന്നു. കേരളത്തിന്റെ ചില ഏരിയകൾ ഇനി കാണില്ലത്രേ. അത്രമേൽ ഭീകരമായ ചില പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മധ്യ കേരളത്തിലെ 3 ജില്ലകളിലെ ചില മേഖലകൾ 30 വർഷത്തിനകം വെള്ളത്തിലാകുമെന്ന് രാജ്യാന്തര കാലാവസ്ഥാ ഏജൻസിയുടെ മുന്നറിയിപ്പ്. നമ്മുടെ കേരളേ ഇന്നലകളിൽ മഴയും കാറ്റുമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പത്രമാധ്യമങ്ങൾ അവതരിപ്പിച്ച ചില നാടുകൾ, ചില ജില്ലകൾ, ചില ഡിസ്ട്രിക്റ്റുകൾ 30 കൊല്ലത്തിനടക്ക് നാമാവശേഷമാകും, കാണൂല എന്ന റിപ്പോർട്ട്. എന്തുകൊണ്ട്? ആഗോള താപനം വന്നുകൊണ്ടിരിക്കുന്നു. അതും ഒരു പരീക്ഷണം.
എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന റിപ്പോർട്ട് അമേരിക്ക ആസ്ഥാനമായ കാലാവസ്ഥാ പഠന ഏജൻസിയാണ് പ്രസിദ്ധീകരിച്ചത്. മന്ദരോഗത്തിന്റെ ഗുളികയാണെങ്കിൽ പറയായിരുന്നു, അതിൽ വേറെന്തോ ഉള്ളിലെന്തോ ഉണ്ടായിട്ട് പറയാം, മനസ്സിലായില്ലല്ലോ. പോളിയോ വാക്സിൻ കൊടുക്കുമ്പോൾ നമ്മളെ കുട്ടികൾ കുറയാനാണ്, അംഗവൈകല്യം ഉണ്ടായി തീർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവരെ കമ്പനി ഇത് കൊടുത്തത് നമ്മൾ പറയലുണ്ടില്ലേ. ഇതിനിപ്പോ എന്താ നമ്മൾ പറയാ? ചില റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. തിമർത്തു പെയ്തൊരു മഴയുണ്ടാക്കിയ പ്രളയത്തിൽ നിന്നും മെല്ലെ കരകയറുന്ന മലയാളിക്ക് മുമ്പിലേക്കാണ് ക്ലൈമറ്റ് സെൻട്രൽ എന്ന രാജ്യാന്തര കാലാവസ്ഥ ഏജൻസി ഞെട്ടിക്കുന്ന ഈ റിപ്പോർട്ട് നൽകിയത്. കേട്ടു, വായിച്ചു, ഞാൻ അറിഞ്ഞു, നിങ്ങൾ അറിഞ്ഞു. എന്ത് പരിഹാരം, എന്ത് പേടി, പരിഹാരക്രിയ എന്ത് ചെയ്തു? നമ്മൾ മതവാദികളാവണം, അറ്റ്ലീസ്റ്റ് എങ്കിലും, ചുരുങ്ങിയത് മതവാദിയെങ്കിലും ആവാം. ഇന്ന് യുക്തിവാദിയാവുള്ള കൂടുതൽ അല്ലേ? ഭൗതികവാദിയെ പോലെ മതവാദി, ഭൗതികവാദിയെ പോലെ മതവാദിയാവരുത്. ദീനിന്റെ വിഷയം അതിൽ നിലനിൽക്കുന്ന കാലത്തോളം അതനുസരിച്ചാവണം നമ്മുടെ ജീവിതം, അതനുസരിച്ചാവണം നമ്മുടെ ഇടപെടലുകൾ. രാഷ്ട്രത്തിന്റെയും ഈ സെക്യുലറിസ്റ്റ് ഇന്ത്യയിൽ ബഹുസ്വരത നിലനിൽക്കുന്ന ഭാരതത്തിൽ അതിന്റെ നിയമങ്ങൾ ആ രീതിയിലെ നിയമനിർമ്മാണം നടത്താൻ ഭരണകൂടങ്ങൾക്ക് പറ്റുള്ളൂ. പക്ഷേ ദീനീ വിഷയങ്ങളിൽ മുസ്ലിമീങ്ങൾ അതിനപ്പുറത്തേക്കോ അത്തരം ഇളവുകളിലേക്കോ നീങ്ങാൻ പാടില്ല. പേടിപ്പിച്ച് നിർത്തലല്ല, അതാണ് കരണീയം. ഒന്നും പറയാൻ പറ്റൂല. രണ്ട് വിഷയങ്ങളാണിപ്പോ, രാജ്യദ്രോഹമാകോ വർഗീയതയാവോ ശ്രദ്ധിക്കണം, എന്നിട്ട് പറയാൻ പറ്റൂ. അങ്ങനെയായി നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്തലാഖ് വിഷയങ്ങൾ വരുന്നു, നമ്മളാൽ തന്നെ അതിന്റെ ഫലവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ആളുകളും നമ്മളാകുന്നു. നമ്മളൊന്നും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല സഹോദരിമാരെ, നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. അത് ചെല്ലിപ്പിക്കാനോ ആണെന്ന് വിചാരിക്കരുത്. പക്ഷെ ദീനാൻ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ജീവിതവും മരണവും അല്ലാഹു സൃഷ്ടിച്ചത് തന്നെ പരീക്ഷണമായിട്ടാണ്. ജീവിതം പരീക്ഷണമാണ്. അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ ജയിലാണ്, മുഅ്മിനിന്റെ തടവറയാണ് ഈ ദുനിയാവ്. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആഴ്ചയിൽ പനിയോ മറ്റു വിഷമങ്ങളോ, ശാരീരികപരമായി സാമ്പത്തികപരമായി വിഷമങ്ങളോ മാനസികപരമായ വ്യതകളോ ഇല്ലാതെ പോയാൽ ഹബീബിന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് സഹാബത്ത് പറയാറുണ്ടായിരുന്നു, നബിയേ, അല്ലാഹു എന്നെ ഇഷ്ടപ്പെടുന്നില്ലല്ലോ നബിയേ. എന്ത്? സഹാബത്ത് പറയുമായിരുന്നു, ആഴ്ചയിൽ ഒരു പനിയെങ്കിലും ഒരു തലവേദനയെങ്കിലും ഇല്ലെങ്കിൽ നബിയെ അല്ലാഹ് എന്നെ കൈയൊഴിഞ്ഞോ എന്ന് പേടിയാകുന്നു. എന്തേ പറ്റിയത്? രോഗമില്ല, പരീക്ഷണമില്ല. അല്ലാഹുവേ, നീ എന്നെ കൈയൊഴിഞ്ഞുവോ എന്ന് വേപത് കൊണ്ടുപോയ ഒരു തലമുറ കഴിഞ്ഞു പോയിട്ടുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലാഹുവിന്റെ പരീക്ഷണം തന്നെയാണ് പ്രളയവും ഉരുൾപൊട്ടലും ഓർമ്മപ്പെടുത്തലും കൂടെയാണ്. നമ്മുടെ സംവിധാനങ്ങളെ കൊണ്ടത് പ്രതിരോധിക്കാൻ സാധിക്കില്ല. സുനാമി വന്നപ്പോൾ കടൽ തീരത്തെ തവളകൾ നേരത്തെ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ കിബറുള്ള അഹങ്കരിക്കുന്ന മനുഷ്യനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഉയരങ്ങളിലുള്ളവരെയും പിടികൂടിയിട്ടുണ്ട്, സമതലങ്ങളിൽ പാർക്കുന്നവരെയും പിടികൂടിയിട്ടുണ്ട്. സേഫാണെന്ന് വിചാരിക്കുന്ന സോണുകളിൽ മുഴുവനും അള്ളാഹുവിന്റെ പരീക്ഷണം വന്ന് കയറിയിട്ടുണ്ട്. എവിടെയാ സേഫ് എന്ന് പറയാൻ കഴിയാ? എവിടെയാണ് സേഫ് എന്ന് പറയാൻ കഴിയാ? തീരപ്രദേശങ്ങളിൽ, സമതലങ്ങളിൽ, മലകളിൽ, എല്ലായിടത്തും അല്ലാഹു അവന്റെ അടിമയുടെ ജീവിത ശൈലി മാറിയപ്പോൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി കൊടുത്ത വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന പരീക്ഷണങ്ങളുണ്ട്. യമനിലെ ഒരു പ്രവിശ്യയാണ് സബഅ. ലോകത്ത് ആദ്യമായി അണക്കെട്ട് നിർവഹിച്ചത് സബഅുകാരാണ്. ജലസേചനം നടത്തി നാടിനെ ഫലഭൂയിഷ്ടമാക്കിയിട്ടുണ്ട്.
അനവധി തോപ്പുകൾ, അനവധി കൃഷികൾ അവിടെ നടന്നിട്ടുണ്ട്, ചരിത്രത്തിൽ കാണാം. എന്നാൽ യഥേഷ്ടം ലാഭവും യഥേഷ്ടം കൃഷിയും യഥേഷ്ടം സമ്പത്തും വന്നുകൂടിയപ്പോ അവർ അല്ലാഹുവിനെ മറന്നു പോയപ്പോ ഫഅറളൂ ഫഅർസൽനാ അലൈഹിം സൈലൽ അർമീ, അല്ലാഹു ആ ജലസേചനം അവർ നടത്തിയിരുന്ന അണക്കെട്ട് പൊളിച്ചിട്ട് അവർക്ക് മീതെ പ്രളയം സൃഷ്ടിച്ചിട്ടുണ്ട് ജഗനിയന്താവായ അല്ലാഹ്. ഇതാണ് അല്ലാഹുവിന്റെ പരീക്ഷണം. എല്ലാം സംവിധാനങ്ങളും അവന്റെ ഭൂമിയിൽ നൽകിയത് അനുഗ്രഹമായി കണ്ട് സ്തുതിച്ച് അല്ലാഹുവിലേക്ക് ആ സൗകര്യത്തിൽ നിലനിന്ന് അവൻ ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാതെ പോയപ്പോ സബഅ് ഗോത്രക്കാരെ അല്ലാഹു നശിപ്പിച്ചത് അതേ അനുഗ്രഹം ഉപയോഗിച്ച് ഫഅറളൂ ഫഅർസൽനാ അലൈഹിം സൈലൽ ഗരിമീ, അണക്കെട്ട് പൊട്ടിയിട്ട് അങ്ങോട്ട് ഒഴുകി അവരുടെ മേൽ. അല്ലാഹുവേ, നിന്റെ പരീക്ഷണം അങ്ങനെയാണ്. നീ തന്ന കാറ്റ് അനുഗ്രഹമാണ്, പരീക്ഷണമാണ്. അതിനൊരു ഇക്തിസാദിയത്തുണ്ട്. മിതത്വത്തിൽ നിൽക്കുമ്പോ അത് അനുഗ്രഹമാണ്. കുറഞ്ഞാൽ കൃഷിയിൽ വേണ്ട പോലെ ഫലഭൂയിഷ്ഠമാവില്ല, പരാഗണം നടക്കില്ല. കൂടിയാൽ 8.5 ദിവസത്തോളം 1 ലക്ഷത്തോളം ആളുകളാണ് ഒരാഴ്ചക്ക് മുകളിൽ നിലം തൊടാതെ പാറിക്കളിച്ചത്. അല്ലാഹു അങ്ങനെയും ശിക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കാറ്റ് മിതമാവണം. മഴ വേണോ? മഴ വേണം. ജീവജാലങ്ങൾക്ക് ഏറ്റവും അവിഭാജ്യവും ആവശ്യമായുമായ വെള്ളം അത് കുറയരുത്. കുറഞ്ഞാൽ വരൾച്ച, അല്ലാഹുവിന്റെ പരീക്ഷണം. കൂടിയാൽ പ്രളയം, അതും അല്ലാഹുവിന്റെ പരീക്ഷണം. സമ്പത്ത് തീരെ ഇല്ലാതായാൽ സബറില്ലാത്തവൻ പടച്ചവനിൽ നിന്ന് അകന്നു പോകും, കുഫറിലായി പോകും. സമ്പത്ത് കൂടിയാലോ കിബറിലായി പോകും. ഒക്കെ മിതത്വത്തിൽ നിന്നാൽ, ആ ഒരു ചിന്താഗതിയിൽ നിന്നാൽ, അതനുസരിച്ച് അല്ലാഹുവിലേക്ക് അർപ്പിച്ചാൽ അത് ഖൈറാണ്. കുറഞ്ഞാലും കൂടിയാലും എക്സ്ട്രീമാൻ വേണ്ടി വരും സബറോടെ അല്ലെങ്കിൽ ശുക്രോടെ നിലനിൽക്കാൻ. അതുകൊണ്ട് പടച്ച റബ്ബേ, നീ തന്നത് എവിടെയായാലും നിനക്ക് ഞങ്ങളെ പിടികൂടാൻ കഴിയുമല്ലോ. സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മോന് പറഞ്ഞില്ലേ കൻആൻ, ബാപ്പാ ഖാല സആവി ഇലാ ജബലിൻ യഅസിമുനി മിനൽ മാ. തോടിന് സൈഡിലല്ലേ, പുഴക്ക് സൈഡിലല്ലേ വീട് വെച്ചാ പ്രശ്നമുള്ളൂ. മലക്ക് മുകളിൽ ഞാൻ വീടുണ്ടാക്കിയാൽ വെള്ളപ്പൊക്കമുണ്ടാവില്ലല്ലോ. അത് തന്നെയാണ് നൂഹ് നബിയുടെ മകൻ കൻആനും എന്ന് പറഞ്ഞത്. ബാപ്പാ, ഞാൻ നിങ്ങളുടെ കപ്പലിലേക്കില്ല. സആവി ഇലാ ജബലിൻ യഅസിമുനി മിനൽ മാ. ഈ വെള്ളം എത്ര ഉയർന്നാലും ആ മലക്ക് മുകളിൽ ഒന്നും എത്തൂല. അതുകൊണ്ട് എന്നാലും ഞാൻ നിങ്ങളെ കൂടെ ഇല്ല എന്ന് പറഞ്ഞ കൻആൻ മോനോട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതില്ല, ആസിമൽ യൗമ മിൻ അംരില്ലാഹ്. എവിടെ പോയാലും അള്ളാഹുവിന്റെ പരീക്ഷണം അവൻ പിടിക്കാൻ തീരുമാനിച്ചാൽ നിനക്ക് രക്ഷയില്ല കേട്ടോ. അത് നമ്മൾ കാണുക, അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ആരാണ് ദുരന്തങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്? പരിശുദ്ധ ഖുർആൻ തന്നെ പറയട്ടെ, ആരാണ് ദുരന്തങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനാണോ നമ്മളാണോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്ത് അൻഫാലിലെ 33-ാമത്തെ ആയത്ത്, സൂറത്ത് ബഖറയിലെ 251-ാമത്തെ ആയത്ത്, സൂറത്ത് അൻഫാലിലെ 25-ാമത്തെ ആയത്ത്, എല്ലാം ആരാണത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരുന്നുണ്ട്. വലൗലാ ദഫ്ഉല്ലാഹിൻ നാസ ബഅളഹും ബിബഅളിൻ ലഫസദത്തിൽ അർളു. ചിലർ മറ്റു ചിലർ മുഖേന അല്ലാഹു സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ചിലരെ മറ്റു ചിലരുള്ളത് കൊണ്ട് അല്ലാഹു തആല സംരക്ഷിക്കുന്നു. അതിനർത്ഥം ഒരു വിഭാഗം ആളുകൾ നല്ലവരാണ്, എന്നാൽ ചീത്ത ആളുകൾക്ക് പ്രൊട്ടക്ഷൻ ഇവരിലൂടെയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ.
ലൗലാ ദഫ്ഉല്ലാഹി الناس بعضهم ببعض لفسدت الأرض ولكن الله ذو فضل على العالمين. സൂറത്ത് ബഖറ 251. നല്ല ആളുകൾ എവിടെയുണ്ടോ അവിടെ അല്ലാഹു അവന്റെ പരീക്ഷണങ്ങളെ കുറക്കും. അവന്റെ പരീക്ഷണങ്ങൾ അവിടെ കുറവായിരിക്കും. സമാധാനപരമായ ശാന്തി നിറഞ്ഞ കൃപ നിറഞ്ഞ സന്തോഷമായ അന്തരീക്ഷം ആ നാട്ടിലും ആ മഹല്ലിലും ആ സോണിലും അല്ലാഹു പ്രദാനം ചെയ്യും. ചിലരെ മറ്റു ചിലർ മുഖേനയാണ് അല്ലാഹു നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാരും വേണം. ചിലർ മുഖേനയാണ് അവർക്കിവിടെ ജീവിക്കാൻ കഴിയുന്നത്, അവർക്ക് അല്ലാഹു അനുഗ്രഹം ചെയ്യുന്നത് എന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ബഖറയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ അനവധി കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. നല്ല ആളുകൾ ജീവിച്ച കാലം ഒരു പ്രയാസവുമില്ലാതെ ഈ നാട് നന്മയിലൂടെ നീങ്ങിയിട്ടുണ്ട്. സയ്യിദുന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ وكانت الوحوش والذئاب ترعى في موضع واحد. ഒരേ പുൽമേടുകളിൽ ചെന്നായും ആടും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിരുന്നു, മേഞ്ഞ് നടന്നിരുന്നു. ആരകാലം? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം. രണ്ടാം ഉമർ എന്ന അമവിയ ഭരണാധികാരിയുടെ കാലം. ചെന്നായും ആടും ഒരേ മേച്ചിൽപ്പുറങ്ങളിൽ മേഞ്ഞു നടന്നു. ആ കാലം അത്ര മനോഹരമാണ്. ആ കാലം അത്ര മനോഹരമാണ്. ഒരു പ്രയാസവും അന്നില്ല. എല്ലാ ശത്രുക്കളും ഒരുമിച്ച്. അതുകൊണ്ട് നല്ല ആളുകൾ ഉള്ള കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാടിനെ സംരക്ഷിക്കും. ചിലരെ കൊണ്ട് അല്ലാഹുവിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും. ആയിഷ ബീവിയോട് ആളുകൾ വന്ന് ചോദിച്ചിട്ടുണ്ട്, ഉമ്മയോട്, ഉമ്മ ഭൂകമ്പം വരുന്നുണ്ടല്ലോ, പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. വർഷങ്ങളിൽ ആയിരക്കണക്കിന് ഭൂകമ്പങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, പ്രളയങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ, ഒരുപാട് പ്രതിസന്ധികൾ കടന്നു പോകേണ്ട അവസരങ്ങളും സാഹചര്യങ്ങളും മുസ്ലിം ഉമ്മത്തിനെന്നല്ല ലോകത്തിന് മുഴുവനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവല്ലോ. ഉമ്മ, എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളും കടന്നു വരുന്നത് എന്ന് ചോദിച്ചപ്പോ, സിന നാട്ടിൽ വ്യാപകമായാൽ പ്രതിസന്ധികൾ കൂടും, പ്രളയങ്ങളുണ്ടാകും, ദുരന്തങ്ങളുണ്ടാകും, ഭൂമി കുലുക്കങ്ങളുണ്ടാകുമെന്ന് രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. പ്രളയം എന്തുകൊണ്ടുണ്ടാകുന്നു? പ്രളയത്തിന് കാരണം, ഭൂമി കുലുക്കത്തിന് കാരണം, പ്രപഞ്ചത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾക്ക് കാരണം ഉമ്മ പറയുന്നു ലോകത്ത് നടക്കുന്ന വ്യഭിചാരമാണ്, അവിഹിത ബന്ധങ്ങളാണ്. ഇന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ മലയാളിക്ക് കേട്ട് പരിചയം പോലും ഇല്ലാതിരുന്ന ബോയ് ഫ്രണ്ട് ആൻഡ് ഗേൾ ഫ്രണ്ട് സിസ്റ്റത്തിലേക്ക് നാടുമാറിയിരിക്കുന്നു. എല്ലാ മഹല്ലുകളും ഒളിച്ചോട്ടങ്ങളുടെയും പ്രണയത്തിന്റെയും പ്രയാസങ്ങളും നമ്പരങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവിടുത്തെ ഖലീഫയായ പ്രതിനിധിയായ ഉമർ റളിയല്ലാഹു അൻഹും പറയുന്നു, ഇഹ്യാഉൽ ഉലൂമുദ്ദീൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിലും കാണുന്നു 21 വയസ്സുവരെ, 15 മുതൽ 21 വയസ്സുവരെ ബാപ്പമാർ ചെയ്യേണ്ടത് വറാഖിബു സബ്അ. 15 മുതൽ 21 വയസ്സ് വരെ കുട്ടികളെ നിരീക്ഷിക്കണമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നിരീക്ഷിക്കുന്നുണ്ടോ? മുഅ്മിനെ, നാട് മാറിപ്പോയിരിക്കുന്നു. ഒരുപാട് നമ്മൾ അറിയാത്തിടത്തേക്ക് നമ്മുടെ കുട്ടികൾ മാറിയിരിക്കുന്നു. അതുകൊണ്ട് കള്ള് കുടിക്കുന്നവർ നമ്മുടെ മക്കളിൽ വരെ എത്തിച്ചേർന്നിരിക്കുന്നു. വളുരിബൂ ബിൽ മആസിഫി, വാദ്യ ഉപകരണങ്ങൾ ഹലാലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സുകൾ ഹലാലായി തുടങ്ങിയിരിക്കുന്നു.
നമ്മുടെ മക്കളെ ഇതുപോലെ പാട്ടുകളും അതുപോലെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സുകൾ വായിക്കാനുമുള്ള പഠിപ്പിക്കുന്ന ക്ലബ്ബുകളിലും ഗ്യാങ്ങുകളിലും ആഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ പറ, ആവശ്യമില്ലാത്ത വിജ്ഞാനങ്ങളിലും ആവശ്യമില്ലാത്ത ക്ലബ്ബുകളിലേക്കും മക്കളെ റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു. പാപ്പ അറിയില്ല എന്ന് പറയല്ലേ, ഉമ്മ അറിയില്ല എന്ന് പറയലേ. വ്യഭിചാരം വർദ്ധിച്ചാൽ, കള്ളുകൂടി കൂടിക്കഴിഞ്ഞാൽ, വാദ്യോപകരണങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ദേഷ്യത്തോടെ കോപിഷ്ഠനായി നിലകൊള്ളുകയും ഭൂമിയോട് പറയുകയും ചെയ്യും, തസൽസലി, ഭൂമിയെ ഒന്ന് വിറച്ചേക്ക്, ഭൂമിയെ ഒന്ന് ഇളകിയേക്ക്, പ്രകൃതിയെ നീ ഒന്ന് ശോഭിച്ചേക്ക്, സമുദ്രമേ നീയൊന്ന് സുനാമിയായി അടിച്ചു വീശിയേക്ക്, മഴയെ നീയൊന്ന് പ്രളയമായി അവരുടെ മുകളിലേക്ക് വർഷിച്ചേക്ക് എന്നല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഖ്ലൂക്കുകളായ മഴയോടും ഭൂമിയോടും ആകാശത്തിനോടും സമുദ്രത്തോടും പറയുമെന്ന് സയ്യിദത്തുനാ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു. പ്രളയം വരുത്തി വെച്ചത് നമ്മളാണ്, പ്രയാസങ്ങൾ വരുത്തി വെക്കുന്നത് നമ്മളാണ്. വലൗലാ ദഫുല്ലാഹി الناس بعضهم ببعض لفسدت الارض ولكن الله ذو فضل على العالمين. അതുകൊണ്ട് പ്രളയത്തിന്റെ കാരണക്കാരായി നമ്മൾ ഇനി മാറരുത്. ظهر الفساد في البر والبحر بما كسبت أيدي الناس. മനുഷ്യരുടെ കരങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫീഡ്ബാക്കുകളാണ് ഈ കാണുന്ന ദുരന്തങ്ങൾ അത്രയും എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുർ റൂമിലെ 41-ാമത്തെ ആയത്ത്. എല്ലാം അങ്ങനെയാണ്. നമ്മൾ മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുമ്പോ നീ തന്നെയാണ് ആ തെറ്റിന്റെ ഉടമ, നീ തന്നെയാണ് ആ തെറ്റിന്റെ കാരണക്കാരൻ, നീ തന്നെയാണത് ചെയ്തത് എന്ന് ഒരു വിരൽ മറ്റുള്ളവന്റെ നേർക്ക് ചൂണ്ടുമ്പോ 3 വിരലുകളും നീയല്ലെന്ന്, നീ തന്നെയാണെന്ന് നീ ആരുടെ മേൽ ആക്ഷേപിച്ചുവോ ആരോപിച്ചുവോ അവനല്ല, നീ തന്നെയാണെന്ന് 3 വിരലുകൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം ഞാനും നിങ്ങളും മറന്നു പോകാൻ പാടില്ല. മല നശിപ്പിക്കുന്നത് വലിയ അപകടമാണ്. മരം വെച്ച് പിടിപ്പിക്കാം, പക്ഷേ മല വെച്ച് പിടിപ്പിക്കാനാവില്ല. മരം വെച്ച് പിടിപ്പിക്കാം, പക്ഷേ മല വെച്ച് പിടിപ്പിക്കാനാവില്ല. മരം മുറിക്കുന്നതും മലയിടിക്കുന്നതും യാതൊരു നിയന്ത്രണവുമില്ലാതായിരിക്കുന്നു. നിയമങ്ങളെല്ലാം ദരിദ്രർക്ക് മാത്രം. ഇന്നത്തെ പത്രത്തിലാണ് 223 ക്വാറികൾക്ക്, കരിങ്കൽ ക്വാറികൾക്കും ചെങ്കൽ ക്വാറികൾക്കുമാണ് 3.5 കൊല്ലത്തിനിടക്ക് ഭരണകൂടം അനുമതി കൊടുത്തത്. 223 ഇന്നത്തെ ന്യൂസ് പേപ്പർ. എല്ലാം ഈ കൊച്ചു കേരളത്തിൽ, ഈ ഇട്ടാവട്ടത്ത് ഇത്രമേൽ ക്വാറികൾ പ്രവർത്തിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയുടെ നിലനിൽപ്പെന്നോണം ആണിയായി വെച്ചിരിക്കുന്ന മലകളെ പറിച്ചു കളയുന്നു. മനുഷ്യൻ ആർത്തിക്ക് പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ മല തുരന്ന് നാശമുണ്ടാക്കിയ സമൂദ് ഗോത്രത്തെ അല്ലാഹു നശിപ്പിച്ച കഥ ഒരാളും മറന്നുപോവല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وثمود الذين جابوا الصخر بالواد. JCB ഇല്ലാത്ത കാലം, മണ്ണുമാന്തി യന്ത്രങ്ങളില്ലാത്ത കാലം, കംപ്രഷൻ ഇല്ലാത്ത കാലം, മല തുറക്കുന്ന ആധുനിക സൗകര്യങ്ങളില്ലാത്ത കാലത്ത് സ്വന്തം കൈകളെ കൊണ്ട് മല തുറന്ന് ജീവിച്ച സമൂദ് ഗോത്രക്കാരെ, പാർപ്പിടമൊരുക്കിയ സമൂദ് ഗോത്രക്കാരെ, ഗുഹകൾ ഉണ്ടാക്കിയിട്ട് മനോഹരമായ ഭവനങ്ങൾ സൃഷ്ടിച്ച സമൂദ് ഗോത്രക്കാരെ അല്ലാഹു നശിപ്പിച്ചത്. വസമൂദല്ലദീന ജാബുസ്സഖറ ബിൽവാദ്.
മറക്കല്ലേ ആ വിഷയങ്ങളൊന്നും, മറന്നു പോകല്ലേ ആ വിഷയങ്ങളൊന്നും. അതുകൊണ്ട് നമ്മളാണ് ഭൗതികപരമായും ആത്മീയപരമായും ചില തെറ്റുകളും പാടില്ലാത്തതും ചെയ്തത്. ആഗോളതാപനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ആഗോളതാപനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 3ഓളം കേരളത്തിലെ ജില്ലകൾ കാണാതാകും 30 കൊല്ലത്തിനിടയ്ക്കെന്ന് പറയുന്നതിനേക്കാളും വലിയ കണക്കുകൾ ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ ചെയ്തികൾ മൂലം കഴിഞ്ഞ 56 വർഷത്തിനിടയ്ക്ക് ഈ നാട്ടിൽ ഭൗമതാപം 90% വർദ്ധിച്ചിരിക്കുന്നു. 90% ഭൗമതാപം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നൂറ്റാണ്ടിന്റെ അന്ത്യത്തോടെ അന്തരീക്ഷ ഊഷ്മാവ് 1.8 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് വിചക്ഷണന്മാർ, ശാസ്ത്രജ്ഞന്മാർ ലോകത്തോട് പറയുന്നത്. എന്തുകൊണ്ട്? ബിമാ കസബത് ഐദിന്നാസ്, നമ്മളാണ് അതിന്റെ കാരണക്കാരായി വരുന്നത്. മനുഷ്യൻ സമ്പാദിച്ച സ്വത്തുക്കൾക്കോ ശാസ്ത്രീയ അറിവുകൾക്കോ കമ്പ്യൂട്ടർ മനുഷ്യനോ യുദ്ധസന്നാഹങ്ങൾക്കോ തടുക്കാനാവാത്ത വിധം പ്രകൃതിയുടെ താളം തെറ്റലിന് മാനവ സമൂഹം സാക്ഷിയാവേണ്ട അവസ്ഥയാണ് ഇനി വരാൻ പോകുന്നത്. ഇതൊരു മുന്നറിയിപ്പാണ്. തിന്നാനും കുടിക്കാനും ഇല്ലാത്ത അവസ്ഥ, പകർച്ചവ്യാധികൾ ഒന്നിക്കുമ്പോ ഒരു ജനത നാമാവശേഷമാകാൻ, എപ്പിഡമിക് ഡിസീസസുകൾ കടന്നു വരാൻ ഇനി ഏറെ കാലം ആവശ്യമില്ല. പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗം അനിയന്ത്രിതമായി കൂടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ പ്രകൃതിയിൽ നിന്നെടുക്കുന്നതല്ലാതെ പ്രകൃതിക്ക് വേണ്ട ശുശ്രൂഷകളോ ട്രീറ്റ്മെന്റുകളോ നമ്മൾ ചെയ്യുന്നില്ല. പ്രകൃതിക്ക് വേണ്ട ട്രീറ്റ്മെന്റുകളാണ് കൃഷി എന്ന് പറയുന്നത്. മരം വെച്ച് പിടിപ്പിക്കുന്നത്, ഫലഭൂഷ്ടമാക്കി നിലനിർത്തുന്നത്, ഈ പച്ചപ്പ് നിലനിർത്തുന്നത് ഓരോ ഭൂമിയുടെയും നിലനിൽപ്പിന്റെ ആവശ്യമാണ്. എന്നാൽ തരിശ് ഭൂമികൾ, മരുഭൂമികൾ നിറഞ്ഞ നാടിന് അതിൻ്റെതായ ചില നിലനിൽപ്പുണ്ട്. എന്നാൽ ഈ ഭൂമിയുടെ നിലനിൽപ്പിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാതെ അതിനെ എത്രമേൽ ചൂഷണം ചെയ്യാൻ കഴിയുമോ അതാണ് മുഅ്മിനീങ്ങളായ, അതാണ് മനുഷ്യരായ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അബുൽ ആലിയ റളിയല്ലാഹു അൻഹു പറയട്ടെ, മൻ അസല്ലാഹ ഫിൽ അർളി ഫഖദ് അഫ്സദ ഫിൽ അർളി. മൻ അസാ, ഒരാൾ എതിര് ചെയ്താൽ, ഒരാൾ നിസ്കരിക്കാതിരുന്നാൽ, ഒരാൾ വട്ടിപ്പലിശക്കാരനായാൽ, ഒരാൾ വ്യഭിചാരം ചെയ്യുന്ന ആളായാൽ, കൊലപാതകത്തിന് ഒരു മനസാക്ഷി കുത്തുപോലുമില്ലാതെ 16-17 കൊല്ലങ്ങളെടുത്ത് ആനന്ദിച്ച് 6 പേരെ കൊന്നത് എന്റെ നാടിന്റെ പരിസരത്താണ്, ഈ പിണറായിയിലാണ്, നമ്മുടെ നാടുകളിൽ. അതുപോലെ തിരുവനന്തപുരത്ത് ഇനി എന്താണാവോ വരാൻ പോകുന്നത്? എല്ലാം കൊലപാതകങ്ങൾക്ക് വിലയില്ലാതായിരിക്കുന്നു. അതൊരു വിഷയമേ അല്ലാതായിരിക്കുന്നു. താനൂരിന്റെ മണ്ണിൽ ഇന്നലെ മെനിയാന്നാണ് ഒരു ചെറുപ്പക്കാരൻ പിടഞ്ഞു വീണത്. ഇന്ന് പള്ളിക്ക് മുമ്പിൽ ആ കുടുംബത്തിന് സഹായവുമായി നമ്മുടെ കുട്ടികൾ നിന്നിട്ടുണ്ടാവണം. കൊലപാതകം ഏതോ ഇൻസെക്റ്റിനെ പിടിച്ചിട്ട് കൊല്ലുന്ന അത്ര ലാഘവത്തോടെ ഒരേ നിറത്തിലുള്ള രക്തവും ഓടിക്കൊണ്ടിരിക്കുന്ന 2 ആളുകൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കിയിട്ട് വാശിയുടെയോ അസൂയയുടെയോ പേരിൽ, പ്രസ്ഥാനത്തിന്റെയോ പേരിൽ കൊന്നൊടുക്കുന്ന ആ ഒരു ശൈലി ഭൂഷണമല്ലല്ലോ ഈ ലോകത്ത്. അതാരാവട്ടെ, ഏത് വിഷയത്തിലാവട്ടെ, മൻ അസല്ലാഹ ഫിൽ അർളി, ഭൂമിയിൽ അല്ലാഹുവിന്റെ നിയമങ്ങളെ ലംഘിച്ചാൽ, ഫഖദ് അഫ്സദ ഫിൽ അർളി, ഭൂമിയിൽ ആരെങ്കിലും ഫസാദ് ഉണ്ടാക്കിയിട്ട് നടന്നു കഴിഞ്ഞാൽ ഈ ഭൂമി അവനോട് പ്രതികരിക്കുമെന്ന് അബുൽ ആലിയ റളിയല്ലാഹു അൻഹു ലോകത്തിന് വാണിങ്ങന്നോണം വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഭൂമിയിലേക്ക് പതിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ സിംഹഭാഗവും അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോ ബാക്കിയുള്ളവ ചില ഹരിതഗ്രഹവാതകങ്ങളുടെ സാന്നിധ്യത്താൽ ഭൂമിയിലേക്ക് തന്നെ പ്രതിഫലിപ്പിക്കപ്പെടും. ഭൂഗോളം മുഴുവനും ഇപ്രകാരം താപനിലയിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് ആഗോള താപനം എന്ന് പറയുന്നത്. സൂര്യകിരണങ്ങൾ വന്ന് പതിക്കുന്നു, അത് അന്തരീക്ഷത്തിൽ തട്ടി ഭൂമിയിലേക്ക് പതിക്കാതെ പോകുന്നതിനപ്പുറം അതിനുയരത്തിലേക്ക് അന്തരീക്ഷത്തിലേക്ക് മാറ്റാനുള്ള സാഹചര്യങ്ങളില്ലാതെ
വ്യവസായ വിപ്ലവങ്ങൾക്ക് ശേഷം ഇവിടെ നടക്കുന്ന പ്രകൃതി ചൂഷണങ്ങളുടെയും വ്യവസായങ്ങളുടെയും പുകയുടെയും വാഹന ഉപയോഗങ്ങളുടെയും മറ്റും വിഷയത്താൽ വായുവിൽ അന്തരീക്ഷത്തിൽ ചേർന്ന ചില വാതകങ്ങളാൽ ആ പ്രകാശ കിരണങ്ങൾ വീണ്ടും നിർബന്ധിതമായി ഭൂമിയിലേക്ക് തന്നെ പതിക്കേണ്ടി വരുന്നു. ഇതിനെയാണ് ആഗോള താപനം എന്ന് പറയുന്നത്. ഈ താപനത്തിന്റെ ഫലമായി സംഭവിക്കാൻ പോകുന്നതെന്ത്? ഏറ്റവും വലിയ ദുരന്തങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സമുദ്രനിരപ്പ് ഉയരാൻ കാരണമാകും. സമുദ്രനിരപ്പ് ഉയർന്നാലുണ്ടാകുന്ന വർധന തീരദേശവാസികളെ പ്രതികൂലമായി ബാധിക്കും. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും മൂലം ഭൂമി തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്കെത്തും. ഇന്ന് ലോകത്ത് 460 ലക്ഷം പേരാണ് ഇത്തരത്തിൽ വെള്ളപ്പൊക്ക ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളപ്പൊക്ക ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത് സമുദ്രനിരപ്പിൽ 50 സെന്റിമീറ്റർ വർധനവുണ്ടായാൽ, ഇന്നുള്ള കടല് 50 മീറ്റർ അങ്ങ് പൊങ്ങിയാൽ 460 ലക്ഷം പേര് വെള്ളപ്പൊക്ക ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ നിന്ന് 50 മീറ്റർ വെള്ളം അങ്ങ് ഉയരുമ്പോഴേക്ക് 920 ലക്ഷം ആളുകൾക്ക് വലിയ പ്രയാസം വരാൻ സാധ്യതയുണ്ട് എന്ന കണക്ക്. അങ്ങനെ 50 മീറ്റർ സമുദ്രജലം ഉയർന്നാൽ നെതർലാൻഡിന്റെ 6% കാണില്ല, ബംഗ്ലാദേശിന്റെ 18% കാണില്ല, മാർഷൽ ദ്വീപുകളുടെ 80% ഇനി ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ലക്ഷദ്വീപുകളുടെ കഥ കാണില്ല. 50 സെന്റിമീറ്റർ എങ്ങാനും സമുദ്രജലം ഉയർന്നു വന്നാൽ ആഗോള താപനം വഴി ഈ വെള്ളം ഉയരാൻ സാധ്യത കൂടുതലാണ്. ആഗോള താപനത്തിന്റെ ഫലമായി ഉയർന്ന ചൂടിന്റെ 80% ആഗിരണം ചെയ്യുന്നത് സമുദ്രങ്ങളാണ്. ഇതുമൂലം സമുദ്രജലം 3000 മീറ്റർ ആഴത്തിൽ വരെ ചൂട് പിടിക്കും. ഇങ്ങനെ ചൂട് പിടിച്ച് വ്യാപ്തം വർദ്ധിക്കുന്ന ജലം സമുദ്രനിരപ്പിൽ കാര്യമായ ഉയർച്ചയ്ക്ക് കാരണമാകും. കൂടാതെ ധ്രുവങ്ങളിൽ മഞ്ഞും ഹിമാനിയും ഉരുകിക്കൊണ്ടും വെള്ളം അതിലേക്ക് ചേരാൻ സാധ്യതയുണ്ട്. ഹിമാലയം ഉരുകിയിട്ട് ഹിമപാളികൾ ഉരുകിയിട്ട് സമുദ്രത്തിലേക്ക് ചേരുമ്പോ ആ സമുദ്രത്തിന്റെ വെള്ളം വർദ്ധിക്കുന്നുണ്ട്. അതിനപ്പുറം ഡയറക്റ്റ് ഏൽക്കുന്ന സൂര്യകിരണങ്ങളാൽ 3000 മീറ്റർ ആഴത്തിലേക്ക് സമുദ്രകിരണങ്ങളാൽ പ്രകാശകിരണങ്ങളാൽ ചൂട് പിടിച്ച് കിടക്കുന്ന 3000 അടി ആഴത്തിൽ ചൂട് പിടിച്ച് കിടക്കുന്ന ആ സമുദ്രത്തിന്റെ വെള്ളം ഉയരാൻ കാരണമാകുന്നു. അതിൽ വസിക്കുന്ന ഈ ആഴിയിൽ വസിക്കുന്ന മീനുകളെ ഭക്ഷിക്കുന്ന ആളുകൾക്ക് ആ രീതിയിലുള്ള പ്രയാസങ്ങളും വരാൻ പോകുന്നു. ആഗോള താപനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചില ആളുകൾക്ക്, ചില ഉമ്മമാർക്ക് ഇത് എന്താണ് നിങ്ങളുടെ കുട്ടികളോട് എന്താണ് മോനെ അതെന്ന് ചോദിച്ചാൽ അവര് പഠിക്കുന്ന ഹിസ്റ്ററി, അവര് പഠിക്കുന്ന ജോഗ്രഫിയിലുണ്ട്, അവര് പഠിക്കുന്ന ഭൗമശാസ്ത്രത്തിലുണ്ട്. കുട്ടികളോട് ചോദിച്ചറിയണേ, പരിഹാര മാർഗം ഒന്നേ ഉള്ളൂ. നമ്മുടെ കരങ്ങൾ ചെയ്യുന്ന അപകടങ്ങളെയും പാടില്ലാത്ത കാര്യങ്ങളെയും ഒഴിവാക്കുക എന്നല്ലാതെ ഏത് വിഷയത്തിനാണ് അതില്ലായ്മ ചെയ്യാൻ കഴിയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ ഗറസ, മാമിൻ മുസ്ലിമിൻ ഗറസ ഗർസ فأكل منه إنسان أو دابة إلا كان له صدقة. ഒരാള് വെച്ച് പിടിപ്പിക്കുന്ന സസ്യലതാദികൾ, അതിലുണ്ടാകുന്ന ഫലങ്ങൾ, അത് കഴിക്കുന്ന പുഴു, അത് ഭക്ഷിക്കുന്ന പറവ, അത് കഴിക്കുന്ന അണ്ണാറക്കണ്ണൻ, ഇതെല്ലാം അള്ളാഹു നാളെ അവന്റെ വിജയത്തിന് കാരണമാകുന്ന സദഖയായി രേഖപ്പെടുത്തുന്ന പ്രതിഫലമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഹ്ഫദിൽ അർള ഫഇന്നഹാ ഉമ്മുകും. ഭൂമിയെ സൂക്ഷിച്ചോളൂ കേട്ടോ, ഭൂമി നിങ്ങളുടെ ഉമ്മയാണ്. യൗമഇദിൻ തുഹദ്ദിതു അഖ്ബാറഹാ. ആ ഭൂമി നാളെ എന്റെ മേൽ ഇങ്ങനെ അതിക്രമം, ഇന്ന ആള്, ആ മുതലാളി, അവനിങ്ങനെ ചെയ്തു, അവളിങ്ങനെ ചെയ്തു എന്ന് നാളെ എന്റെ മുമ്പിൽ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഇഹ്ഫദിൽ അർള, ഇഹ്ഫദിൽ അർള. നാട് നീളെ രാത്രിയായാൽ ഇരുട്ട് പടർന്നു കഴിഞ്ഞാൽ നാട് നീളെ കോയ്പാട്സുകൾ, നാട് നീളെ പാമ്പേഴ്സിന്റെ കെട്ടുകൾ,
റോഡ് മുഴുവനും രാത്രിയിൽ എന്തൊരു നീചമായ ഏർപ്പാടാണ്. ബാധ്യതയില്ലേ, ഉത്തരവാദിത്വമില്ലേ? സമൂഹത്തിനോട്, സമുദായത്തിനോട്, ജീവികളോട്, ഭൂമിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇഹ്ഫളിൽ അർള ഫഇന്നഹാ ഉമ്മുകും. ഭൂമിയെ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഭൂമി ഉമ്മയാണ്. ആരുമില്ലാതെ കിടക്കുന്ന തരിശ് ഭൂമി ഏറ്റെടുക്കണം. ഞാൻ കൃഷി ചെയ്യുന്നില്ലെങ്കിൽ എന്റെ ഭൂമി മറ്റൊരാൾക്ക് കൃഷി ചെയ്യാൻ കൊടുക്കണമെന്ന് പഠിപ്പിച്ച, ജീവച്ഛവമായി ഒരു പ്രവർത്തനവും നടക്കാതെ ഇളക്കി മറിക്കാതെ ഭൂമി ഇട്ടേക്കരുതേ എന്ന് പറഞ്ഞ പരിശുദ്ധ നബിയാണ്, ശരീഅത്താണ്, ദീനാണ്. അതിൽ എല്ലാം അംഗീകരിച്ചു. റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ നബിയ്യാ എന്ന് പറഞ്ഞു വന്ന ആണാണ്, പെണ്ണാണ് ഞാനും നിങ്ങളുമൊക്കെ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ. ഈ ദീൻ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു വന്നവരാണ്. ആ ദീന് പറയുന്നു, തരിശു ഭൂമിയായി ഇടല്ലേ, കൃഷിയൊന്നും ചെയ്യാതെ, അതൊന്നും ഉഴുതുമറിക്കാതെ, അതിന്റെ കളകളൊന്നും മുറിച്ചു കളയാതെ, അതിലെ വലിയ പടർന്നു പിടിച്ചിരിക്കുന്ന പുല്ലുകളെ വെട്ടി ചെറുതാക്കാതെ, ആർക്കും കൃഷി ചെയ്യാൻ കൊടുക്കാതെ, സ്വയം കൃഷി ചെയ്യാതെ ഇടല്ലേ. നിനക്കാവില്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുത്തേക്കണം. നാട്ടിൽ അമീറുണ്ടെങ്കിൽ അത് അയാൾ ഏറ്റെടുത്ത് കൃഷിക്കാരന് കൊടുത്തേക്കണം എന്ന് പറഞ്ഞ ശരീഅത്താണ്. ആ ശരീഅത്ത് ഉൾക്കൊള്ളുന്നവരാണ്. ഭൂമി നിങ്ങളുടെ ഉമ്മയാണ്. അതുകൊണ്ട് ആ ഭൂമിയെ സൂക്ഷിച്ചേക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, ആ ഭൂമി നാളെ നമ്മൾ ചെയ്ത എല്ലാ കഥകളും നാളെ പറഞ്ഞു കൊടുക്കുമെന്നാണ്. ഇദാ ഖാമത്തിസ് സാഅ വഫീ യദി അഹദികും ഫസീല വഇൻ ഇസ്തതാഅ അല്ലാ യഖൂമ ഹത്താ യഅരിസഹാ ഫൽയഅരിസഹാ. ഖിയാമത്ത് നാൾ വരാറായിരിക്കുന്നു. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കമ്പ് കുത്തിയേക്കണേ. അതിന് സാധ്യതയും അതിന് സമയവുമുണ്ടെങ്കിൽ അത് ചെയ്യണേ എന്ന് പരിശുദ്ധ നബി അദബുൽ മുഫ്രദിൽ ഈ ഹദീസ് കാണുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം.